മൈ ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും CBSEയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC CBSE നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോകുന്ന സോഷ്യൽ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ് റിസോഴ്സ്, എന്താണ് ഡെവലപ്മെൻറ്റ്, അതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ അവർ എൻവിറോൺമെൻറ്റ് അല്ലേ. നമ്മളൊരു മനുഷ്യൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് എല്ലാം നമുക്ക് എന്താകുന്നു, നമ്മുടെ ചുറ്റുപാടും നമുക്ക് തരുന്നു അല്ലേ, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസോഴ്സ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന റിസോഴ്സസ്, ആ റിസോഴ്സ് വഴി നമ്മൾ എന്താക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവരാം, അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതാണ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഹ്യൂമൻ ബീങ് ഈസ് എന്താണ് ഇൻട്രാക്ച്വലി റിലേറ്റഡ്. എന്തിനൊക്കെയാണ് റിലേറ്റഡ് ഉള്ളത്? ഒന്ന് ഫിസിക്കൽ എൻവിറോൺമെൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്, മീൻസ് നേച്ചർ. ഫിസിക്കൽ എൻവിറോൺമെൻറ്റ് നമ്മുടെ നേച്ചറാണ് അല്ലേ. പിന്നെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടെക്നോളജി, പുതിയ ടെക്നോളജീസും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ. 3 ക്രൈറ്റീരിയ, 3 റിലേഷൻസ് ആണ് ഹ്യൂമൻ ബീങ്ങിനുള്ളത്. ഏതൊക്കെയാണ് 3 റിലേഷൻസ്? ഫിസിക്കൽ എൻവിറോൺമെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതേപോലെ ടെക്നോളജിയാണ്. ഇഫ് ഐ ടോക്ക് അബൌട്ട് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് എ റിസോഴ്സ്, ഒരു റിസോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദി ബേസിസ് ഓഫ് ഒറിജിൻ ആണ്. ഒന്നാമത്തെ കാര്യം അതാണ്, ഓൺ ദി ബേസിസ് ഓഫ് ഒറിജിൻ. ഒരു വസ്തു ഉണ്ടാവുന്നു അല്ലേ, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുക. 2 രീതിയിലാണ് വരുന്നത്, ബയോട്ടിക്കും വരും അതേപോലെ ബയോട്ടിക് വരും, ലിവിങ്ങും അതേപോലെ നോൺ ലിവിങ്ങും. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ഓൺ ദി ബേസിസ് ഓഫ് എന്താണ്, ഒറിജിനാണ്. ബയോട്ടിക്കും ആവാം അബയോട്ടിക് ആവാം, എന്ന് വെച്ചാൽ ലിവിങ്ങും ആവാം നോൺ ലിവിങ് ഫാക്ടർ ആവാം. പിന്നെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ ദ ബേസിസ് ഓഫ് എക്സോസ്റ്റബിലിറ്റി, എന്ന് വെച്ചാൽ റിന്യൂവേബിളും ആവാം നോൺ റിന്യൂവേബിളും ആവാം. റിന്യൂവേബിളും നോൺ റിന്യൂവേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും പറ്റും, പുതുക്കാനും പറ്റും, മറ്റും നമുക്ക് എന്താക്കാൻ പറ്റില്ല, അതിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് റിന്യൂവേബിളും നോൺ റിന്യൂവേബിൾ, ചേഞ്ചേബിളും നോൺ ചേഞ്ചേബിളും. ഓക്കെ, ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഡൺ. പിന്നെ നമുക്ക് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് അല്ലേ. ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആവാം, ഒറ്റക്കൊരു വ്യക്തിയാവാം, കമ്മ്യൂണിറ്റി ആവാം. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ടുള്ളത് അല്ലേ. പിന്നെ വരുന്ന നേഷൻ എന്ന് പറയുമ്പോൾ കുറേ സ്റ്റേറ്റ് കൂടി വരുന്നത്. പിന്നെ വരുന്ന ഇൻ്റർനാഷണൽ, കുറേ നാഷൻസ് കൂടി വരുന്നതിനാണ് നമ്മൾ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. ഇതാണ് ഓണർഷിപ്പിൻ്റെ ബേസിസിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യൽ, ഡെവലപ്മെൻറ്റ് സ്റ്റോക്ക് ആൻഡ് റിസർവ്. എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, എത്രത്തോളം നമ്മൾ കൺസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബേസിസിലൊക്കെ വരുന്നു. അപ്പോൾ 4 കാറ്റഗറീസ് ഏതൊക്കെയാണ് വരുന്നത്? ബേസിസ് ഓഫ് ഒറിജിൻ, എക്സോസ്റ്റബിലിറ്റി, ഓണർഷിപ്പ്, അതേപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഈ 4 കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ റിസോഴ്സ് നമുക്ക് 2 ആയിട്ട് എന്താക്കാം, വേർതിരിക്കാം. റിസോഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ഫർദർ. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, മറ്റൊന്ന് ഹ്യൂമൻ, അതായത് മാൻ മെയ്ഡ് റിസോഴ്സസും ഉണ്ട്, നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ. നാച്ചുറൽ കേസ് പറയുകയാണെങ്കിൽ റിന്യൂവബിളും വരും നോൺ റിന്യൂവബിൾ വരും. മീൻസ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് നാച്ചുറൽ റിസോഴ്സസ്. ഈ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് റിന്യൂ ചെയ്യാനും പറ്റും, റിന്യൂ ചെയ്യാൻ പറ്റാത്തതും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റിന്യൂവബിളും നോൺ റിന്യൂവബിളും പറയുന്നത്. ഹ്യൂമൻസ് അല്ലെങ്കിൽ മാൻമെയ്ഡ് പറയുകയാണെങ്കിൽ 2 ഭാഗമാണ്. ഇവിടെ ഹ്യൂമൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഹ്യൂമൻസിൽ സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഉണ്ട്. അത്രയേ ഉള്ളൂ ഹ്യൂമൻസിൻ്റെ കണ്ടീഷൻസിൽ. ആ 2 ക്ലാസിഫിക്കേഷൻസേ ഉള്ളൂ. ഒന്ന് സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റൊന്ന് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ഇത്ര അളവിൽ ഇത്ര രീതിയിൽ ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല ഫാക്ടറീസും കാര്യങ്ങളും ഇൻഡസ്ട്രീസൊക്കെ വരുന്ന ആ ഒരു പർപ്പസസ്. പിന്നെ ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ റിന്യൂവബിൾ ഉണ്ടായിരുന്നു, നോൺ റിന്യൂവബിൾ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഫർദർ കുറേ ക്ലാസിഫൈ ചെയ്ത് പോകുന്നു. ഓക്കെ, അതിൽ തന്നെ വരുന്നതാണ് ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ് അല്ലേ. റിന്യൂവബിൾ നമ്മൾ നോക്കുന്ന ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്, മീൻസ് തീരെ നിർത്താതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ റിന്യൂവബിൾ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിൻഡ്, വാട്ടർ, എയർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അല്ലേ. പിന്നെ നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നോൺ റീസൈക്കിളബിളുമാണ് വരുന്നത്. ഓക്കെ, പിന്നെ റിന്യൂവബിൾ ഒരു കാര്യം കൂടി വരുന്നുണ്ട്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ, 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് കണ്ടിന്യൂസ് ഉണ്ടെന്ന് ബയോളജിക്കൽ ഉണ്ട്. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ഈ വരുന്ന വൈൽഡ് കാര്യങ്ങളൊക്കെ വരും, വൈൽഡ് ആനിമൽസും ബേർഡ്സും ഇൻസെക്റ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ബയോളജിക്കൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് നാച്ചുറൽ വെജിറ്റേഷൻസ്, നമുക്കറിയാലോ കാടുകൾ, ഫോറസ്റ്റ്, ഡീപ്പ് ഫോറസ്റ്റ് വരാം, കണ്ടിൽ കാട് വരാം, വൈൽഡ് ഫോറസ്റ്റ് വരാം, അങ്ങനെ പല രീതിയിലുള്ള ഫോറസ്റ്റ് ഉണ്ട്, ആ ഏരിയാസ് വരും. പിന്നെ
അതിൽ തന്നെ വരുന്ന വേറൊരു ഫാക്ടറാണ് വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്താ, ഈ കാട്ടാന, കാട്ടുപോത്ത് ഇവരൊക്കെ ജീവിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ വൈൽഡ് ലൈഫ്. അപ്പോൾ രണ്ടെണ്ണമാണ് വരുന്നത് ബയോളജിക്കൽ. ഏതൊക്കെയാണ്? നാച്ചുറൽ വെജിറ്റേഷനും മറ്റൊന്ന് വൈൽഡ് ലൈഫും. ഇനി നോൺ റിന്യൂവബിൾ ഞാൻ പറഞ്ഞു, റീസൈക്ലബിളും ഉണ്ട്, നോൺ റീസൈക്കബിളും ഉണ്ട് അല്ലേ. റീസൈക്ലബിൾ എന്ന് പറയുമ്പോൾ മെറ്റൽസ്, എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് എന്താണ്? മെറ്റൽസ് ആണ്. മെറ്റൽസ് ഏതൊക്കെ വരാം? അലൂമിനിയം വരാം, പിന്നെ മെറ്റൽസിൽ വരുന്ന നമ്മൾ ഗോൾഡ്, സിൽവർ വരാം, കോപ്പർ വരാം, പല മെറ്റൽസ് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, അൽനിക്കോ, കുറേ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മെറ്റൽസ്. പിന്നെ നോൺ റീസൈക്കിളബിൾ വരുന്നതാണ് ഫോസൽ ഫ്യൂവൽസ്. ഫോസൽ ഫ്യൂവൽസ് നിങ്ങൾക്കറിയാലോ, അത് റീസൈക്കിൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് എത്രയോ പഴകിയുള്ള സാധനമാണ് നമുക്ക് കിട്ടുന്നത്, അതാണ് ഫോസൽ ഫ്യൂവൽസ്. സോ ആ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കുക. ഫ്ലോ ചാർട്ട് എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കും. റിസോഴ്സിൽ നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട്, ഒന്ന് നാച്ചുറാണ്, ഒന്ന് ഹ്യൂമൺ ആണ്. നാച്ചുറൽ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ. റിന്യൂവബിളിൽ കണ്ടിന്യൂസ് ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട്. ബയോളജിക്കലിൽ നാച്ചുറൽ ഉണ്ട്, വൈൽഡ് ലൈഫ് ഉണ്ട്. ഓക്കെ. ഹ്യൂമൻസിൽ സ്ട്രക്ചറലുണ്ട്, ക്വാണ്ടിറ്റി ക്വാളിറ്റിയും ഉണ്ട്. ഈ നോൺ റിന്യൂവബിളിൽ ഫർദർ 2 ക്ലാസിഫിക്കേഷനിൽ റീസൈക്ലബിളും നോൺ റീസൈക്ലബിളും, അതും നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് റിസോഴ്സസിൻ്റെ കേസിൽ ഞാൻ ഇത്ര പറഞ്ഞു. ബാക്കിയുള്ള ഫർദർ കാര്യം നമുക്ക് വേറെ ക്ലാസ്സിലാണ്. അപ്പോഴത്തേക്ക് ബൈ.